നോർമലി പിക് ടൂളിൽ തന്നെ എടുക്കുക. ഓക്കെ, അടുത്തത് അതിന് താഴെ ഷേപ്പ് ടൂൾ പറഞ്ഞ ടൂൾ ഉണ്ട്. പിക് ടൂളിന് താഴെ ഷേപ്പ് ടൂൾ. ഷേപ്പ് ടൂളും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് താഴെ ഷേപ്പുകളെ കുറിച്ച് പറഞ്ഞുതരാം. ബേസിക് ഷേപ്പാണ് സ്ക്വയർ. ഇപ്പൊ സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വരണമെങ്കിൽ കൺട്രോൾ പിടിക്കേണ്ടി വരും. ഫോട്ടോഷോപ്പിൽ ഷിഫ്റ്റ് ആയിരിക്കും, കോൺട്രോൾ കൺട്രോൾ പ്രസ് ചെയ്താലേ കറക്റ്റ് സ്ക്വയർ കിട്ടുള്ളൂ. അതേപോലെ തന്നെ സർക്കിൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഓവലായിട്ട് വരും. പെർഫെക്റ്റ് സർക്കിൾ കിട്ടണമെങ്കിൽ കൺട്രോൾ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സർക്കിൾ വരും. അടുത്തത് പോളിഗണും സെയിം അതേപോലെ തന്നെ ഷിഫ്റ്റ് പിടിച്ചാലേ കൺട്രോൾ പിടിച്ചാലേ കറക്റ്റ് ആയിട്ടുള്ള പോളിഗൺ കിട്ടുള്ളൂ. ഇതാണ് ബേസിക് ഷേപ്പ്. അതിന് റെഡ് കൊടുത്തു, ഗ്രീൻ കൊടുത്തു, സിയാൻ കൊടുത്തു. ഇതിലിപ്പോ ഈ റെഡിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ കാണാൻ പറ്റും ഫിൽ കളർ റെഡും ഔട്ട്ലൈൻ കളർ ബ്ലാക്കും. ഈ ഔട്ട്ലൈൻ കളർ നമുക്കിത് ഒഴിവാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ പാനലിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഒരു ക്രോസ് കാണാൻ പറ്റും ഇവിടെ, ഒരു ഇൻറ്റു പോലെ. അപ്പോൾ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളയേണ്ടത് ഔട്ട്ലൈൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, മൗസിന് അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഔട്ട്ലൈൻ പോകും. ഇതാണല്ലോ ഇവിടെ ഔട്ട്ലൈൻ പോയി, ഈ റെഡിലത്തെ ഔട്ട്ലൈനും പോയി. നേരെ മറിച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കളർ പോകും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഔട്ട്ലൈനാണ് പോകേണ്ടത്. അതേപോലെ ഇപ്പോൾ ഗ്രീന്, അതിൽ ചെറിയൊരു ഔട്ട്ലൈൻ കാണുന്നുണ്ട്. ഔട്ട്ലൈൻ കളയണം പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഈ താഴെ ആ ക്രോസിൽ പോവുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പോൾ എന്തായി, ആ ബ്ലാക്ക് പോയി. അതേപോലെ പോളിഗണും സെലക്ട് ചെയ്തു പോയി. 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൂടെ എല്ലാം കൂടി മൊത്തം ടോട്ടൽ സെലക്ട് ചെയ്തിട്ടും നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിക്കാം. അപ്പൊ ഇതിന് ബേസിക് ഷേപ്പിൽ ഇതിന് കുറച്ച് അഡീഷണൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ സ്ക്വയറിലും ഈ സർക്കിളിലും ഈ പോളിഗണും. ഓക്കെ, ഈ സ്ക്വയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിൽ കുറച്ച് മുകളിൽ പ്രോപ്പർട്ടി മുകളിൽ കുറെ അഡീഷണൽ ഡീറ്റെയിൽസ് വരും. സർക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും അല്ലേ. സർക്കിളിന്റെ ഡീറ്റെയിൽസ് വേറെയാണ്, സ്ക്വയറിന്റെ ഡീറ്റെയിൽസ് വേറെയാണ്. പോളിഗൺ വന്നിട്ട് എന്താണ്, സൈസാണ്, എത്ര സൈഡാണ് വരുന്നത് എന്നുള്ളത്. 5 നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊടുക്കണ പോലെ തന്നെ ഇപ്പൊ 5 സൈഡ് ഉള്ളത്. സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ 6, 10 അതിനനുസരിച്ച് സൈഡുകൾ കൂടും. 6 തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഈ സ്ക്വയറിൽ ഇതെന്താ മെഷർമെന്റ് പറയുക, ഇത് വന്നിട്ട് കർവാക്കാൻ പറ്റും. അതിന്റെ മെഷർമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 അക്കങ്ങൾ ഉണ്ടാവും, 4 ബോക്സിൽ 0 0 0 എന്നാ കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു ലോക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്താണോ അളവ് കൊടുക്കുന്നത് സെയിം അളവായിരിക്കും എല്ലാറ്റിലും ഉണ്ടാവുക. ലോക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിന് മാത്രമേ ആ അളവ് ബാധിക്കുള്ളൂ. പിന്നെ ആദ്യം ലോക്ക് ഓൺ ആക്കി കാണിച്ചു തരാം. ലോക്ക് ഓൺ ആക്കിയിട്ട് ഇവിടെ 0 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഞാനൊരു 10 കൊടുത്തു. 10 കൊടുത്തപ്പോൾ എന്തായി, സ്ക്വയർ സർക്കിളായി. അതായത് എഡ്ജ് കർവായതാണ്. ഞാൻ 2 കൊടുത്തു, ഇപ്പൊ എന്തായി, കോർണർ കർവായി. 0 കൊടുത്ത പഴയ പോലെ സ്ക്വയറായി. ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ അളവില്ല, 1 സെന്റിമീറ്ററുള്ള കർവ്. അപ്പൊ ഈ ലോക്കിനെ എടുത്തു വിട്ടു. ഞാൻ വീണ്ടും 0 ആക്കിയിട്ട് ലോക്കിനെ എടുത്തു വിട്ടിട്ട് അതേപോലെ 2 സെന്റിമീറ്റർ ഇവിടെ മാത്രം കൊടുത്തു. എവിടെയായി കർവ്, കൊടുത്ത ഏരിയയിൽ മാത്രമേ കർവ് വന്നുള്ളൂ, ഇവിടെ ഒന്നും വന്നില്ല. കാരണം എന്താണ്, ആ ലോക്കിനെ എടുത്തു വിട്ട കാരണം. ഓക്കെ, അപ്പൊ എല്ലാ ഭാഗത്തും ഒരുമിച്ചാവണം പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് അവിടെ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതേപോലെ സർക്കിളിന് ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ല, അത് കാണും. ഇത് ഫസ്റ്റ് സർക്കിൾ ആയിരിക്കണത്. രണ്ടാമത്തെ പോയി കഴിഞ്ഞാൽ പൈന്ന് കാണും, പൈന്നായിരിക്കും ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 4 ഭാഗം കട്ടായിട്ടുണ്ടാവും അല്ലേ. മൂന്നാമത് എടുത്തു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഉണ്ടാവുക, അതായത് ഔട്ട്ലൈൻ മാത്രമേ കാണുള്ളൂ, ഫില്ല് കട്ടാവും. നമ്മൾ ഔട്ട്ലൈൻ ഓഫ് ആക്കിയ കാരണം കാണുന്നില്ല. ഔട്ട്ലൈൻ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലേ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൈ. ഓക്കെ, അതിന് മെഷർമെന്റ് ആണ് ഇവിടെ ഉള്ളത്. 0 ഡിഗ്രി. ഇതൊരു ആംഗിൾ ആണ്.
മറ്റേത് വന്നിട്ട് മെഷർമെന്റ് ആണ്, എത്ര യൂണിറ്റ് എന്നുള്ളതാണ്. ഇത് എത്ര എത്ര ഡിഗ്രി ആംഗിൾ ആണ്, മുകളിൽ 0 ഞാൻ പൈയിൽ തന്നെ കൊണ്ടുവരാം. ഇപ്പൊ 270 എന്നുള്ളത് ഞാനൊരു 90 എന്നാക്കി, 90 ഡിഗ്രി കൊടുത്തു. ഇപ്പൊ എന്തായി, 90 ഡിഗ്രി ആംഗിളിലേക്ക് മാറി. ബാക്കി ഇവിടെ 0 ഡിഗ്രിയാണ്. മുകളിൽ 0 എന്നുള്ളത് ഞാൻ അതിന് ഒരു 80 കൊടുത്തു. കണ്ട, 90 to 80 ചെറിയൊരു പീസ് 180 കൊടുത്താലോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിനെ നേരെ റിവേഴ്സ് ആക്കണം. എനിക്കിപ്പോ പൈ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വേണം പറയുന്നത്. അത് അവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, ചേഞ്ച് ഡയറക്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ആവശ്യമുള്ളത് നേരെ റിവേഴ്സ് വരും. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ റിട്ടേൺ വരും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും ചില വർക്ക് ചെയ്യുമ്പോഴൊക്കെ. ഓക്കെ, അടുത്തത് വന്നിട്ട് പോളിഗൺ. പോളിഗൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സൈഡുകൾ എണ്ണം കൂട്ടാം. അതിന് 3 സൈഡ് വരെ നമുക്ക് മാക്സിമം കൊടുക്കാം. ട്രയാങ്കിൾ വരെ പോകും. ഇനി താഴെ ഇല്ല, ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡ് ഇല്ല. ഓക്കെ, 2 സൈഡ് കൊടുത്താൽ എന്താവും, ലൈനായിട്ട് മാറും. 3 സൈഡാണ് നമുക്ക് ആ ഷേപ്പായിട്ട് കിട്ടണത്. അപ്പൊ ഇത്രയും ഈ ബേസിക് ഷേപ്പിനെ നമുക്ക് ഇതിലെ താഴെയുള്ള ഷേപ്പ് ടൂളില്ലേ അത് വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്ന മെഷർമെന്റ് നമുക്ക് ക്വിക്കായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഷേപ്പ് ടൂൾ എടുത്തു, ഷേപ്പ് ടൂൾ എടുത്താൽ തന്നെ അതല്ലേ 4 ഭാഗത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് കാണാൻ പറ്റും സ്ക്വയറിൽ. കണ്ടാ, അതിൽ ഏതെങ്കിലും ഒരു ഡോട്ടിനെ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ കർവാവും. ഇതവിടെ യൂണിറ്റ് മാറുന്നുണ്ട്, 0 എന്നുള്ളത് 2.27 എന്ന് മാറി. കണ്ടാ, മൊത്തത്തിൽ സർക്കിൾ ആവും. വീണ്ടും ക്ലിക്ക് ചെയ്ത് ബാക്കിൽ കൊണ്ടുവരാം. ഇത് ഏത് ടൂൾ എടുക്കണം, ഷേപ്പ് ടൂൾ എടുത്താലേ നമുക്കിത് കിട്ടുള്ളൂ. ഇതിപ്പോ കർവിന്റെ കാര്യത്തിലാണ് ഇങ്ങനെയുള്ളത്. അതേപോലെ നമുക്ക് റിവേഴ്സ് ആക്കാൻ പറ്റും. ഇത് കർവ് പുറത്താണ്, ഇതിന് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കർവ് അകത്തായിരിക്കും. ഓക്കെ, ഇനി കളർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ വന്ന ഷേപ്പ് സ്ക്വയർ ആണിത്. ആ ഷേപ്പിൽ നമുക്ക് ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. വീണ്ടും നേരെ മറിച്ച് ഇത് കർവ് ആണെങ്കിൽ പുറത്തായിരിക്കും, വേണ്ട അകത്തായി. അടുത്തത് ചാംഫർ എന്ന് പറയും, അതായത് പുറത്തുമില്ല അകത്തുമില്ല, കറക്റ്റായിട്ട് വെട്ടിയെടുത്ത പോലെ അങ്ങനെ വരും. ഓക്കെ, ഇവിടെ യൂണിറ്റ് മെഷർമെന്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് കണ്ണിന് കാണാവുന്ന രീതിയിൽ നമുക്ക് മാറ്റണം പറഞ്ഞാൽ ഷേപ്പ് ടൂൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ഇതുപോലെ കർവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമാവില്ലേ? അതുപോലെ മറ്റേ ഞാൻ ഒരു ഷേപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഒരു സ്ക്വയർ വരച്ചു, എന്നിട്ട് ഷേപ്പ് ടൂൾ എടുത്തിട്ട് ഇത് അങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞതാ ഓവൽ ഷേപ്പായി. ഫോട്ടോഷോപ്പിൽ അത് കറക്റ്റ് ചെറുതായി വരച്ച് ട്രാൻസ്ഫോം എടുത്ത് വലുതാക്കി ഇനി അതിന്റെ എന്താ പറയുക ഡയറക്ട് സെലക്ഷൻ പിടിച്ച് വലിച്ച് പണിയാണ് കൂടുതൽ. ഇതാകുമ്പോൾ പെട്ടെന്നായി. കണ്ട, ഷേപ്പ് ടൂളിൽ കൂടുതൽ സഹായിക്കുന്നത് കോർണർ ആണ്. ഇനി അടുത്ത് ഇതിലും ഷേപ്പ് ടൂളിൽ വർക്കാവും. അപ്പോൾ ഇതിനെ സർക്കിൾ തന്നെ ഞാൻ കൊണ്ടുവന്നു, ഷേപ്പ് ടൂൾ എടുത്തു, എന്നിട്ട് നടുക്ക് അവിടെ ഒരു ഡോട്ട് കാണുന്നില്ല, ആ ഡോട്ടിൽ പിടിച്ച് വരച്ച് കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ മാറും. കണ്ട, നമുക്ക് ഈ പോയിന്റിനെ പിടിച്ച് നീക്കാം. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് പുറത്താണ് ഞാൻ മൗസ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായിരിക്കും, അകത്താണ് മൗസ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ ഫില്ലായിരിക്കും, പൈ ആയിരിക്കും വരിക. അടുത്ത് പോളികൾ. പോളികളുടെ സൈഡ് കൂട്ടാനും കമ്മിയാക്കാനും ഇതിൽ പറ്റില്ല. വേറൊരു ഗുണമുണ്ട്. ഇപ്പോൾ പോളികളുടെ സെലക്ട് ചെയ്താൽ തന്നെ ഇങ്ങനെ ഡോട്ട്സ് കാണാൻ പറ്റും ഇടയിൽ. ഏതെങ്കിലും ഒരു ഡോട്ടിനെ പിടിച്ച് വലിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി, സ്റ്റാർ ആക്ക, കട്ടർ പോലെ ആക്ക. ഇനി ഇതിനെ നമുക്ക് വീണ്ടും പിക് ടൂൾ എടുത്തിട്ട് സൈഡുകളുടെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ കുറേ ഷേപ്സുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് ഈ ബേസിക് ഷേപ്പുകളിൽ നമുക്ക് ഷേപ്പ് ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.